എല്ലാവരും ഹിന്ദി സംസാരിക്കാൻ റെഡിയല്ലേ? അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ വാക്കുകൾ എങ്ങനെ പറയുന്നതെന്ന് നോക്കാം. ലെറ്റ് മീ ഗോ. ലെറ്റ് മീ ഗോ, ഞാൻ പോകട്ടെ. ഇതെങ്ങനെ പറയാം? ലെറ്റ് മീ ഗോ. ലെറ്റ് ദോ എന്നാണ്. ലെറ്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ദോ, ലെറ്റ്. അപ്പം ലെറ്റ് മീ ഗോ, പോകാൻ, പോകട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പം മുജെ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ എനിക്ക്. പോകട്ടെ, ജാന, ജാനെ, ജായിയെ. പോകുക, പോകട്ടെ, പോകാം എന്നൊക്കെ ഉള്ളതിനാണല്ലോ ജ ഉപയോഗിക്കുന്നത് വാക്ക്. അപ്പോൾ ലെറ്റ് മീ ഗോ എന്നുള്ളത് മുജെ ജാനെ ദോ. മുജെ ജാനെ ദോ. മുജെ കഴിഞ്ഞിട്ട് ഏത് വാക്കാണോ നമ്മൾ പ്രയോഗിക്കുന്നത്, നിൽക്കാനാണ്, തിന്നാൻ, കളിക്കാൻ, പോവാൻ, ചാടാൻ, ഓടാൻ, പഠിക്കാൻ, ഇങ്ങനെയുള്ള വാക്കുകൾ ചേർക്കുക. അത് കഴിഞ്ഞിട്ട് ദോ എന്ന് പറഞ്ഞാൽ ലെറ്റ് മീ ഗോ, ലെറ്റ് മീ പ്ലേ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ മുജെ ആദ്യം ചേർക്കുക, എനിക്ക് അല്ലെങ്കിൽ ഞാൻ എന്നാണ് അർത്ഥം. ലാസ്റ്റ് ദോ ചേർക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയേണ്ട വാക്കുകൾ ഉപയോഗിക്കുക. ഓക്കെ. അപ്പോൾ ലെറ്റ് മീ ഗോ എന്ന് പറഞ്ഞാൽ മുജെ ജാനെ ദോ, ഞാൻ പോകട്ടെ. ലെറ്റ് മീ പ്ലേ. ലെറ്റ് മീ പ്ലേ. ഇതുപോലെ തന്നെ ആദ്യം മുജെ ഉപയോഗിക്കുക. കളിക്കട്ടെ എന്നാണ് പ്ലേ. പ്ലേക്ക് ഹിന്ദിയിൽ എന്താണ്? ഖേൽ. ഖേലാണ്. അപ്പം മുജെ ഖേൽനെ, ഖേൽനെ ദോ. മുജെ ലാസ്റ്റ് ദോ, അതിന് നടുവിൽ എന്താണ്? ഖേൽനെ. ഖേൽനെ ദോ, മുജെ ഖേൽനെ ദോ, ഞാൻ കളിക്കട്ടെ. ലെറ്റ് മീ സ്പീക്ക്. ലെറ്റ് മീ സ്പീക്ക്. സ്പീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സംസാരമാണ് സ്പീക്ക്. അപ്പം ഞാൻ സംസാരിക്കട്ടെ. അപ്പം ആദ്യം എന്തുപയോഗിക്കണം? മുജെ. മുജെ കഴിഞ്ഞിട്ട് ഹിന്ദിയിൽ സംസാരിക്കുക എന്നുള്ളത് ബോൽന എന്നാണ്. അപ്പോൾ അത് എന്താക്കണം? ബോൽനെ എന്നാക്കുക. പിന്നെ നമ്മൾ എന്ത് ചേർക്കുക? ദോ. അപ്പം മുജെ ബോൽനെ ദോ, ഞാൻ സംസാരിക്കട്ടെ. ലെറ്റ് മീ കം. ലെറ്റ് മീ കം, ഞാൻ വരട്ടെ. ഞാൻ വരട്ടെ. വരട്ടെ എന്ന വാക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുക. മുജെ വരിക എന്നുള്ളത് ആന എന്നാണെന്ന് പറഞ്ഞു. അപ്പം ആന എന്നുള്ളത് എന്താക്കണം? ആനെ. മുജെ ആനെ ദോ. മുജെ ആനെ ദോ. ലെറ്റ് മീ ഡാൻസ്. ലെറ്റ് മീ ഡാൻസ്. ഇവിടെ നമ്മൾ ഞാൻ നൃത്തം ചെയ്യട്ടെ, നൃത്തം എന്ന വാക്കാണ് അവിടെ മാറ്റേണ്ടത്. അപ്പം മുജെ എന്ന് കഴിഞ്ഞിട്ട് നൃത്തത്തിന് എന്താണ് ഹിന്ദിയിൽ? നാച്ച്. നാച്ച്, നാച്ച്ന. അപ്പം നാച്ച്, നാച്ച്നേ. എല്ലാവരും എ പ്രയോഗം, എ പ്രത്യയമാണ് ചേർക്കുന്നത്. എല്ലാ വാക്കുകളുടെയും കൂടെ നാച്ച്ന എന്നുള്ളത് നാച്ച്നെ, ബോൽന എന്നുള്ളത് ബോൽനെ, ചലന എന്നുള്ളത് ചലനെ ചേർത്ത് പറയാം. മുജെ നാച്ച്നെ ദോ. മുജെ നാച്ച്നെ ദോ, ഞാൻ നൃത്തം ചെയ്യും. ലെറ്റ് ഹിം ഓഫ്. അവനെ വിടൂ അല്ലെങ്കിൽ അവനെ വിട്ടയക്ക്. സമയം കഴിഞ്ഞ് ട്യൂഷന് പോയ കൊച്ചുങ്ങളോട് ഇനിയിപ്പോൾ നേരെ ഒത്തിരിയായി, അവനെ വിട്ടയക്ക്. ഉസേ ചോട് ദോ. ഉസേ ചോട് ദോ, വിട്ടയക്ക്. അവനെ വിടൂ. ഉസേ, അവനെ. ഉസേ ചോട്, ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വിടുക എന്നൊക്കെ എന്താണ്? ചോട്, ചോട്ന. അപ്പം ചോട് ദോ, ഉസേ ചോട് ദോ. ഹിം ആയതുകൊണ്ടാണ് ഇവിടെ എന്തുപയോഗിച്ചത്? മുജയ്ക്ക് പകരം ഉസേ. ഇനി ഹെറാണെങ്കിലും ഹിമ്മാണെങ്കിലും അവനും അവളും ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഉസേ. ഉസേ ചോട് ദോ. ഉസേ ചോട് ദോ. ഉസേ ലിഖ്നെ ദോ. ഉസേ ചലനെ ദോ. ഉസേ ഖാനെ ദോ. അപ്പോൾ മുജെ എന്നുള്ളത് ഞാൻ, എനിക്ക് ഉപയോഗിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ കാര്യം പറയുമ്പോൾ. ഇനി വേറൊരാളെക്കുറിച്ച് അവനെ വിടൂ, അവനെ കളിക്കാൻ അനുവദിക്കൂ എന്നൊക്കെ ആണെങ്കിൽ ഉസേ. ഉസേ ചോട് ദോ. ഉസേ ഖേൽനെ ദോ. ഉസേ ഖാനെ ദോ. ഓക്കെ. ലെറ്റ് ഹിം സി. അവൻ കാണട്ടെ. അവൻ്റെ കാര്യമാണ് പറയുന്നത്. അവൻ്റെ ആവുമ്പോൾ എന്തുപയോഗിക്കും? ഉസേ. ഉസേ ദേഖ്ന എന്നുള്ളത് ദേഖ്നെ.
ദേഖ്നെ ദോ, ഉസേ ദേഖ്നെ ദോ, അവൻ കാണട്ടെ. ഗിവ് മീ, എനിക്ക് താ, എനിക്ക് തരൂ എന്ന് നമ്മൾ പറയില്ല. ഗിവ് മീ, എനിക്ക് തരൂ എന്ത് പറയും? എനിക്ക്, ഞാൻ എന്നുള്ളതിന് മുജേ എന്നാണ്. ദേ, മുജേ ദേ. ഓ കിതാബ് മുജേ ദേ, ഓ ചായ് മുജേ ദേ, ഓ പ്ലേറ്റ് മുജേ ദേ. ലെറ്റ് മീ ട്രൈ. ലെറ്റ് മീ, മീ ആണ്, ഞാനാണ്. അപ്പോൾ എന്താണ്? മുജേ. മുജേ പ്രയാസ്, പ്രയാസ് കർണേ ദോ. പ്രയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിശ്രമം, പരിശ്രമിക്കാൻ, ശ്രമിക്കാൻ ഒക്കെ ഉള്ളതിനാണ് പ്രയാസ് എന്ന് ഹിന്ദിയിൽ പറയുന്നത്. മുജേ പ്രയാസ് കർണേ ദോ, പരിശ്രമിക്കട്ടെ, ഞാൻ ശ്രമിക്കട്ടെ എന്ന് പറയുന്നതാണ് മുജേ പ്രയാസ് കർണേ ദോ. ലെറ്റ് ഹെർ ലേൺ. ലെറ്റ് ഹെർ ലേൺ, അവൾ പഠിക്കട്ടെ, അവളെ പഠിക്കാൻ അനുവദിക്കുക, അവൾ പഠിക്കട്ടെ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ലെറ്റ് ഹെർ ആണ്, ഹെർ. അപ്പോൾ ഹെർ ആണെങ്കിൽ അപ്പോൾ നമുക്കറിയാം ഏത് വാക്കാണ്? ഉസേ. ഹെർ ആയതുകൊണ്ട് ഉസേ എന്നാണ്. പിന്നെ ലേൺ എന്നുള്ളതിന് എന്താണ്? സീക്ന, സീക്ന. ലേൺ എന്നുള്ളത് സീക്ന. അപ്പം സീക്നേ, എ പ്രത്യേകം ചേർക്കുക. സീക്നേ ദോ, ഉസേ സീക്നേ ദോ. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ഓരോ ദിവസവും ഞാനിടുന്നത് 10 വാക്കുകൾ വീതമാണ്. ചുരുക്കം 10 വാക്കുകൾ എങ്ങനെ പ്രയോഗിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ മുജേ, ഉസേ, അതിൻ്റെ കൂടെ ചെയ്യേണ്ട, നമ്മൾ പറയേണ്ട വാക്ക്, നമുക്ക് ഏത് വാക്കാണോ അവിടെ പ്രയോഗിക്കേണ്ട ഉചിതമനുസരിച്ച് ചൽന, സീഖ്ന, ഖാന, പീന, ജാന, ആന, ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുക. അപ്പോൾ ലെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ദോ പിന്നെ എ പ്രത്യയവും ചേർക്കുക. അപ്പം മുജേ ആനെ ദോ, മുജേ ജാനെ ദോ, മുജേ ഖേൽനെ ദോ, മുജേ ഖാനെ ദോ. ഇനി ഇത് തന്നെ അവൾ അല്ലെങ്കിൽ അവൾക്ക് ചെയ്യാനായിട്ട്, അവൾ ചെയ്യട്ടെ, അവൾ അനുവദിക്കൂ എന്ന്, അവനെ അനുവദിക്കൂ എന്നൊക്കെ നമ്മൾ പറയുന്നതിന് ഉസേ, ഉസേ ഖാനെ ദോ, ഉസേ ഖേൽനെ ദോ, ഉസേ ചലനെ ദോ, ഉസേ ആനെ ദോ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അത്യാവശ്യം ഈ വാക്കുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക ഓരോന്നും. അപ്പോൾ അതിൻ്റെ കൂടെ വാക്കുകൾ, സെൻറ്റൻസുകൾ എങ്ങനെയാണ് ആക്കണമെന്ന് നമുക്ക് കുറച്ച് നമ്മൾ പറഞ്ഞ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വേഗം എല്ലാവരും പഠിച്ചെടുക്കണം. ഓക്കെ. 1 മാസത്തിനുള്ളിൽ നമുക്ക് ഹിന്ദി പഠിക്കാനുള്ളത്, പഠിച്ച് തീർക്കണം, സംസാരിക്കണം. ഓക്കെ, ബൈ.